എല്ലാവർക്കും ജിജോസ് കോറിൻ്റെ പുതിയൊരു കിടുക്കാച്ചി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ കിടുക്കാച്ചി വീഡിയോ പോയി കണ്ടിട്ട് വന്നാലോ? എങ്ങനെയുണ്ടെന്നല്ലേ? ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് സൂപ്പർ ബൈക്കുകളുടെ അതിവിശാലമായ ഒരു ഷോറൂമാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് പോയിട്ട് വരാം. ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് UK വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സൂപ്പർ ബൈക്ക് ഫാക്ടറിയാണ്. ഇത് മക്കിൾസ്ഫീൽഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഞാൻ ഇതിനകത്തോട്ട് കയറുകയാണ്. ഞാനത് അകത്ത് കയറിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. നമ്മളിതിനകത്തോട്ട് കയറുമ്പം നമുക്ക് ആദ്യം കാണുന്നത് ജസ്റ്റ് മെയിനായിട്ടുള്ള ഫ്രണ്ടിലെ ഒരു ഇതാണ് കാണുന്നത്. അവരുടെ കൗണ്ടർ ഏതായതിൻ്റെ ആക്സസറീസും മറ്റു കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. അതിൻ്റെ ഇവിടെ ഒരു റോയൽ എൻഫീൽഡ് ഇരിപ്പുണ്ട്. ഇത് മോഡല് ഏതാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. റോയൽ എൻഫീൽഡ് റോഡ് സ്റ്റാർ റെട്രോ എന്ന് പറഞ്ഞിട്ട് മോഡലാണ് ഇരിക്കുന്നത്. ഒത്തിരി ബൈക്കുകളുണ്ട്. ബൈക്കുകൾ ഞാൻ കാണിച്ചു തരാം. ഹായ്, താങ്ക് യു വെരി മച്ച്. ജസ്റ്റ് ഇവിടെ ഒരു ഡുക്കാറ്റി ഇരിപ്പുണ്ട്. ഇങ്ങനെ ഇവിടെ ആക്സസറീസാണ്. ഇപ്പോൾ ഈ കാണുന്നത് ആക്സസറീസാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ സ്റ്റോറിലോട്ട് നമ്മൾ കയറാൻ പോവാണ്. ഇവിടെ ട്രയംഫ് ഇരിപ്പുണ്ട്. ട്രക്സ്റ്റൺ പറഞ്ഞിട്ട് ഒരു മോഡല്. ഇവിടെ അപ്രിലയുടെ ഒരു മോഡൽ ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് അകത്തോട്ട് കയറുകയാണ്. താങ്ക് യു. ഡ്യുക്കാറ്റിയുടെ വേറൊരു മോഡലാണ് ഈ ഇരിക്കുന്നത്. എല്ലാം സൂപ്പർ ബൈക്സുകളാണ്. ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് മോട്ടോർ ബൈക്സാണ് പുതിയതും പഴയതുമായിട്ടുള്ളത് ഇരിക്കുന്നത്. ഇതാ ഇവിടെ ഒരു അടിപൊളി ഒരു സാധനം ഇരിപ്പുണ്ട്. CBR ഇത് ഹോണ്ടയുടെയാണ് ഒരു സാധനം. അതുപോലെ തന്നെ വേറൊന്നും ആയിരിക്കും. നമ്മുടെ ഒരു വെറൈറ്റി സാധനം ഇരിക്കുന്നുണ്ട്. സൂപ്പർ ഒന്നും കൂടെ സംഭവം അടിപൊളിയല്ലേ? ഈ ഇരിക്കുന്നത് പുതിയ ബൈക്കുകളാണ്. LXG എന്ന് പറഞ്ഞിട്ട് LX മോട്ടോയുടെ LXG എല്ലാം പുതിയ ബൈക്കുകളാണ്. വളരെ യമഹ ഇരിപ്പുണ്ട്. ഇതാണ് നല്ല വെറൈറ്റി ഒരു സാധനം. നമുക്ക് ഇരുന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. വെസ്പ, നമ്മുടെ നാട്ടിലെ വെസ്പയുടെ സീറ്റ് പോലെ അതെടുത്ത് വെച്ചേക്കാണ്. നമുക്ക് ഇരുന്ന് ഇത് ഗിയറൊക്കെ ഇട്ട് നോക്കാനും ഒക്കെ ആയിട്ട് വെച്ചേക്കുന്നത്. രണ്ടെണ്ണം ഇരിപ്പുണ്ട് കേട്ടോ. നല്ല വെറൈറ്റി ഒരു സാധനം തന്നെയാണ് സംഭവം. ആക്സസറീസാണ്. ഫുള്ള് ആക്സസറീസ്, മറ്റു കാര്യങ്ങൾ, റൈഡിങ് ഗിയേഴ്സ്, അതിൻ്റെ ലോക്സ്, അതിനുള്ള പ്രൊട്ടക്റ്റേഴ്സ്, മറ്റു കാര്യങ്ങൾ ഒക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ ഒരു സാധനം ഇരിക്കുന്നത് ഹോണ്ടയുടെ ഒരു റേസിംഗ് ബൈക്കാണ്. ഒത്തിരി ബൈക്കുകളാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഷോറൂമിനകത്തോട്ട് എൻ്റർ ചെയ്യാണ്. നമുക്ക് ചെറുത് മുതൽ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഇതാ കണ്ടോ, ബൈക്കുകളുടെ കുമ്പാരം എല്ലാം യൂസ്ഡ് ഉണ്ട്, ന്യൂ ഉണ്ട്, എല്ലാ ബൈക്സും ഉണ്ട് ഇവിടെ. ഏത് ബ്രാൻഡ് വേണം, KTM, ഹോണ്ട, അതുപോലെ തന്നെ സുസുക്കി, കവസാക്കി, യമഹ, ഹോണ്ട, എല്ലാ ബ്രാൻഡും ഉണ്ട് ഇവിടെ. ഞാൻ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ പോയി കാണിച്ചു തരാം നിങ്ങളെ. ഇത് ചെറിയ മോപ്പഡാണ്. അതുപോലെ ഇവിടെ ഇരിക്കുന്ന ട്രയംഫിൻ്റെ തന്നെ പല മോഡൽസ് ഉണ്ട്. അതാണ്ടോ അടിപൊളി ഒരു സാധനം ഇരിക്കുന്നുണ്ടോ. ഇതിൻ്റെ വില 7091 പൗണ്ടാണ്. അതായത് നാട്ടിലത്തെ 7 ലക്ഷം രൂപ. അങ്ങനെ ട്രയംഫിൻ്റെയാണ്. ഈ ഇരിക്കുന്നതെല്ലാം ട്രയംഫുകളാണ്. അതിനപ്പുറത്തിരിക്കുന്നത് യമഹയുടെ മോഡലുകളാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഹോണ്ട ഇരിപ്പുണ്ട്. ഈ സൈഡ് എൻ്റെ വലത്തെ സൈഡ് ട്രയംഫും ഇടത്തെ സൈഡ് കാവസാക്കിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതിൻ്റെ കുറച്ചുകൂടെ ഇടത്തെ സൈഡിലിരിക്കുന്നത് യമഹയുടെ മോഡലുകളാണ്. കണ്ടോ എന്തോരം ബൈക്കുകളാണ് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നത്. കണ്ടോ ഫുൾ ആയിരക്കണക്കിന് ബൈക്കുകളാണ്. വലിയൊരു ഭയങ്കര ഒരു ഷോറൂമാണ്. ഞാനിപ്പോൾ എൻ്റെ മോനെ ഒരു ബൈക്ക് എടുക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ എന്നെ കുളിച്ചിട്ട് വന്നാണ്. ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞത് കണ്ടപ്പോൾ ഞാൻ വണ്ടർ അടിച്ചു പോയി. കാരണം ഇത്രയും ബൈക്കുകൾ ഞാൻ പ്രതീക്ഷിച്ചില്ല. അവനെ വഴക്ക് പറഞ്ഞിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ വന്നത്. പക്ഷെ വന്നപ്പം വെരി ഗുഡെന്ന് തോന്നി. ഒരു വീഡിയോ എടുത്തില്ല ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ വേറൊരു സാധനം കാണിക്കാം.
ഹാർലി ഡേവിഡ്സൻ്റെ ഒരു ബൈക്കാണ് ഇരിക്കുന്നത്. ഉണ്ടോ എങ്ങനെയുള്ള സംഭവം? അടിപൊളിയല്ലേ സാധനം? നല്ല കിടുക്കൻ സാധനം, ലിമിറ്റഡ് എഡീഷനാണ് ഈ സാധനം. ഞാൻ അവരുടെ പെർമിഷനൊക്കെ എടുത്തിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഉണ്ടോ അങ്ങനത്തെ സാധനം അടിപൊളിയല്ലേ? അതുപോലെ തന്നെ ഹാർലി ഡേവിഡ്സൻ്റെ വേറൊരു മോഡല്. ഇതെല്ലാം ഹാർലി ഡേവിഡ്സൺ ആണ് ഈ ഇരിക്കുന്നതെല്ലാം. എല്ലാം അതിൻ്റെ അതുപോലെ തന്നെ ഇത് ട്രയംബിൻ്റെ റോക്കറ്റ് റോഡ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം ട്രയംബ്. ഈ സൈഡിൽ ഹാർലി ഡേവിഡ്സൺസ്. ഏതൊക്കെ ടൈപ്പിലുള്ള ബൈക്കുകൾ കാണുന്ന ഹാർലി ഡേവിഡ്സൺസിൻ്റെ ഇഷ്ടം പോലാണ് ഇരിക്കുന്നത്. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ. ഏതൊക്കെ കളർ, ഏതൊക്കെ മോഡൽ, പല വെറൈറ്റി, പല തരത്തിലുള്ള ബൈക്കുകളാണ്. ആൾക്കാർ വന്നിങ്ങനെ വാങ്ങാൻ വേണ്ടിയിട്ട് വന്ന് ഇവിടെ പ്രായമുള്ള ആൾക്കാരാണ് കൂടുതലും ഇങ്ങനെ ബൈക്കേഴ്സ്. അപ്പോൾ അവരാണ് കൂടുതൽ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം ഹാർലി ഡേവിഡ്സൺ ആയിരിക്കുന്നില്ല. ഇത് ട്രയംബ്, ഇത് ട്രയംബിൻ്റെ ഒരു മോഡൽ. ട്രയംബിൻ്റെ സൂപ്പർ ബൈക്കുണ്ട്. ട്രയംബിൻ്റെ ഉണ്ട്, സാധാ ബൈക്കുണ്ട്, സൂപ്പർ ബൈക്കുകളുണ്ട്, എല്ലാ ബൈക്കുണ്ട്. ഡുക്കാറ്റിയുടെ ഇരിക്കുന്നുണ്ട് ഒരേപോലെ റെഡ് കളറിലേക്ക് ഉണ്ടാവും. ഇതെല്ലാം യൂസ്ഡ് വണ്ടികളാണ് കേട്ടോ. പുതിയതുണ്ട്, പുതിയതിൻ്റെ വേറൊരു സെക്ഷനാണ്. അപ്പോൾ ഈ കാണിക്കുന്ന എല്ലാം ചുമന്ന കളറിക്കുന്ന എല്ലാം ഡുക്കാറ്റിയുടെ എല്ലാം യൂസ്ഡ് വണ്ടിയാണ്. അതേപോലെ ഒരേപോലെയുള്ള ഇരിക്കുന്നത് ഇരിക്കുന്നത്. അതുപോലെ എൻ്റെ സുസുക്കി, കാവാസാക്കി നിഞ്ച. മോൻ ഇങ്ങനെ ഇഷ്ടപ്പെട്ട് നിർത്തിയേക്കുന്ന ഒരു സാധനമാണ്. ഇത് കണ്ടേച്ചാണ് ഇങ്ങനെ അവനിങ്ങനെ അവിടെ പോയിട്ടുണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവരുമായിട്ട്. ഇതാണ് അവന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അവനിതിൻ്റെ മുന്നേ കുറേ നേരം നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഹോണ്ട. ഞാൻ അങ്ങനെ സൈഡിലോട്ട് പോകാം. ഡുക്കാറ്റികൾ കണ്ടോ? ഡുക്കാറ്റിയുടെ കിടുക്കാച്ചി വണ്ടികൾ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വണ്ടികളാണ്. അതുപോലെ തന്നെ സുസുക്കി, കവാസാക്കി. സുസുക്കിയുടെ കണ്ടോ? സുസുക്കിയുടെ ഒരു മോഡൽ കണ്ടോ? എന്നാ ബൈക്കുകളാന്നൊക്കെ സാധനം കിടുക്കൻ സാധനമല്ലേ? കവാസാക്കി, സുസുക്കി. അതെ, ഇതാ ഡുക്കാറ്റിയുടെ ഫ്രണ്ട് കണ്ടോ? എല്ലാം ഒരേപോലെ റെഡ് കളറിലുള്ള വെഹിക്കിൾ. ഇതെല്ലാം 6.25 ലക്ഷം രൂപ, 7 ലക്ഷം രൂപ ആ ഒരു റേഞ്ചിൽ പോകുന്നതാണ്. BMW ഇരിക്കുന്നുണ്ട്. ഇത് സ്കാംബ്ലർ എന്ന് പറയുന്നത് ഡുക്കാറ്റിയുടെ തന്നെ സ്കാംബ്ലർ എന്ന് പറയുന്നത് മോഡൽ. ഇത് BMW ആണ് ഇരിക്കുന്നത്. K1300S BMW. ഇതും BMW ആണ്. BMW ഇതിന് 6791 ഉണ്ട്. ഇത് 4891 ഉണ്ട്. ഇതിൻ്റെ BMW. ഇതിന് ട്രയംബുകളാണ് ഇരിക്കുന്നത്. ട്രയംബിൻ്റെ സ്പ്രിൻ്റ്. ഇത് ട്രയംബിൻ്റെ നമ്മുടെ ബുള്ളറ്റ് മോഡലിലുള്ള ഒരെണ്ണമാണ് കണ്ടിരിക്കുന്നത്. സ്കാംബ്ലർ 900 ഉണ്ട്. ഇത് പല സൈസ്, പല CC ആണ് വണ്ടികൾ. അതെല്ലാം സ്പ്രിൻ്ററാണ് ഇരിക്കുന്നത് ട്രയംബിൻ്റേത്. അതൊക്കെ എന്താ അടിപൊളിയല്ലേ? നല്ല കിടക്കച്ചി സംഭവം. ഇഷ്ടംപോലെ മോഡലുകളുണ്ട് കേട്ടോ. ആർക്കെങ്കിലും ഇവിടെ UK ഉള്ളവരാരും ബൈക്ക് എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരുക, വാങ്ങെടുക്കാം. ആയിരക്കണക്കിന്, എന്തായാലും ഒരു 1000-1500 ബൈക്കെങ്കിലും ഇവിടെ ഉണ്ടാവും. ഇവിടെ നമ്മുടെ ഹാർലി ഡേവിഡ്സൻ്റെ ഒരു ക്ലാസിക് ഇരിപ്പുണ്ട് കേട്ടോ. എന്താ ലുക്കാന്ന് നോക്കിയ സംഭവം. അടിപൊളി വണ്ടിയല്ലേ? കിടക്കാച്ച വണ്ടിയല്ലേ സംഭവം? അടിപൊളി ഹാർലി ഡേവിഡ്സൺ. 10,290, 10,29,000 ഇങ്ങനെയുള്ള സംഭവം. കിടക്കാച്ച സാധനം ഹാർലി ഡേവിഡ്സൺ. അടിപൊളി അല്ലേ? ഇത് അതിൻ്റെ വേറെ സാധനം. ഓക്കേട്ടെ, സാധനങ്ങളല്ലേ? സൂപ്പർ 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 അടിപൊളി എന്ന് പറയാം. ഇതെല്ലാം ഹോണ്ടയുടെ കളക്ഷൻസാണ്. അതെല്ലാം ഡുക്കാറ്റിയുടെ പോകുന്നുണ്ടാവും. എന്നാ പൊക്കമോ സംഭവം അല്ലേ? ഡുക്കാറ്റി ആഫ്രിക്ക വിൻ എന്നും പറഞ്ഞിട്ട് ഹോണ്ടയുടെ മോഡലുകളാണ്. ഇതെല്ലാം ഒരേ സാധനങ്ങളാണ് ഇരിക്കുന്നത്. KTM നമുക്ക് നാട്ടിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. യമഹയുടെ ചെറുത് പറഞ്ഞത് വലുത് എല്ലാം ഉണ്ട്. യമഹയുടെ മോഡലുകൾ, കാപ്രില്ല, എന്തൊക്കെ ബ്രാൻഡുകളാണല്ലേ?
ഡുക്കാറ്റിയുടെ ആ വണ്ടി അവിടെ കൊണ്ട് കയറ്റി വെച്ചേണ്ട. ഈ വണ്ടി അടിപൊളി. ട്വിൻ സ്പോർട്സ് ബൈക്കാണത്. അത് നല്ല ഇഷ്ടം പോലെയാണ് അത് ഇരിക്കുന്നത്. ഹോണ്ടയുടെ ഉണ്ട്, ഡുക്കാറ്റിയുടെ ഒത്തിരി വണ്ടികളുണ്ട് കേട്ടോ. ഡുക്കാറ്റി ഇരിക്കുന്നതെല്ലാം ഡുക്കാറ്റിയാണ്. ഡുക്കാറ്റി ഹോണ്ട. ട്രയംപിൻ്റെ വേറെയും കുറേ മോഡലുകൾ അപ്പുറത്തിരിപ്പുണ്ട്. ഇഷ്ടം പോലെ മോഡൽ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം കൺഫ്യൂഷൻ ആവും ഏത് വണ്ടി എടുക്കണം. അല്ല, വണ്ടിപ്രാന്തന്മാർക്ക് പറ്റിയൊരു ഷോറൂമാണ് കേട്ടോ. ആരെങ്കിലും യു കെയിലുള്ള വണ്ടിപ്രാന്തന്മാരുണ്ടെങ്കിൽ വന്നാൽ കാണാം. നിങ്ങൾക്ക് മൊത്തത്തിലുള്ളൊരു വ്യൂ ആണ് ഞാനിപ്പം കാണിക്കുന്നത്. നല്ല കാണാമെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ നിന്ന് വന്ന് വണ്ടി സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അവിടെ റിസപ്ഷനുണ്ട്. റിസപ്ഷനിൽ പോയി അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വണ്ടി ബാക്കി ഫിനാൻസും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് നമുക്ക് വണ്ടി എടുത്തിട്ട് പോവാം. ഇതാണ് ഇവിടുത്തെ പരിപാടി. അപ്പം എല്ലാവർക്കും നല്ലൊരു പുതിയ വത്സരം ആശംസിക്കുന്നു. പുതുവത്സരം അനുഗ്രഹത്തിൻ്റെ വർഷമാകട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇതുവരെ എൻ്റെ ചാനൽ കണ്ടിട്ടില്ലാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.